ക്ലാസ് 9. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഖുർആനിലെ ഏറ്റവും അവസാനത്തെ സൂറത്താകുന്ന സൂറത്തുന്നാസ്, ആ സൂറത്തിൻ്റെ ഒരു ചെറിയ ആശയം മാത്രമാണ്. അത് നമുക്ക് ഉപകാരപ്പെടും എന്നതുകൊണ്ടാണ് അതിൻ്റെ അർത്ഥം പറയുന്നത്. ആ സൂറത്ത് തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. ഖുൽ, നബിയെ അങ്ങ് പറയുക, അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്. നബിയെ അങ്ങ് പറയുക. എന്താണ് പറയേണ്ടത്? അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് പറയുക. മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവായ അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് പറയുക. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ഇലാഹായ ആരാധ്യനായ അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് പറയുക. യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് കാവലിനെ തേടുന്ന അധ്യായമാണിത്. അള്ളാഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട 3 വിശേഷണങ്ങൾ അത് മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹുവിനോട് കാര്യങ്ങൾ കാവൽ തേടാൻ വേണ്ടി നാം മുൻനിർത്തി വെക്കുന്നത്. ഒന്ന്, ജനങ്ങളുടെ രക്ഷിതാവ് റബ്ബിന്നാസ്. മറ്റൊന്ന് മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവ്. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യൻ. അപ്പൊ ജനങ്ങൾക്ക് ആരാധിക്കാൻ അർഹതയുള്ളത് അള്ളാഹു മാത്രമാണ്. ജനങ്ങളുടെ രാജാവായ അള്ളാഹുവാണ്. അവനാണ് നമുക്ക് പ്രജകളായ നമുക്കെല്ലാം നൽകാനുള്ളത്, അഭയം നൽകാനുള്ളത്. ജനങ്ങളുടെ രക്ഷിതാവ് റബ്ബിന്നാസ്. അപ്പോൾ ജനങ്ങളെ നിരന്തരമായി ഓരോ കാര്യങ്ങളും തെർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനോട് ആണ് നമുക്ക് വല്ലതും ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ഈ 3 വിശേഷണങ്ങൾ വെച്ചുകൊണ്ട് നാം അള്ളാഹുവിനോട് കാവലിനെ തേടാൻ വേണ്ടിയാണ് അള്ളാഹു തആല ആവശ്യപ്പെടുന്നത്. എന്താണ് കാവലിനെ തേടുന്നത്? എന്ത് വിഷയത്തിലാണ് കാവൽ തേടുന്നത്? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഖന്നാസാകുന്ന ശൈത്താനിൻ്റെ ദുർബോധനത്തിൻ്റെ കെടുതിയിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു, കാവലിനെ തേടുന്നു. ഖന്നാസാകുന്ന ശൈത്താനിൻ്റെ വസ്വാസ്. എന്താ ഖന്നാസ് എന്ന് പറഞ്ഞാൽ? ഖന്നാസ് ശൈത്താന്റെ ഒരു പേരാണത്, അഥവാ പിന്മാറിക്കളയുന്നവൻ എന്നാണ് അതിനർത്ഥം. നമ്മുടെ എല്ലാ ചതിക്കുഴികളിലും പെടുത്തും. എന്നിട്ടോ നിർണായക ഘട്ടം വരുന്ന സമയത്ത് അവൻ കഴിയൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഇങ്ങനെ ജനങ്ങളെ ചതിക്കുഴികളിൽ പെടുത്തി അങ്ങനെ വസ്വാസുണ്ടാക്കുന്ന, ദുർബോധനം നടത്തുന്ന അവന്റെ ശർറിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ആ ശൈത്താൻ അവൻ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വസ്വാസുണ്ടാക്കുന്നു. അങ്ങനെയുള്ള ശൈത്താനിൻ്റെ ആ കെടുതിയിൽ നിന്ന്, അവന്റെ ദുർബോധനത്തിന്റെ പ്രയാസത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു. മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നവർഗത്തിലുള്ള സർവ്വ ശൈത്താന്മാരുടെ ഷർറിൽ നിന്നും മനുഷ്യവർഗത്തിലുള്ള ശൈത്താന്റെ ഷർറിൽ നിന്നും അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു. ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞത്. അപ്പോ ശൈത്താന്മാർ 2 രൂപത്തിലുണ്ട്. ഒന്ന് ജിന്ന് വർഗത്തിൽ, അഥവാ ശൈത്താന്മാർ യഥാർത്ഥത്തിൽ നമ്മൾ ശൈത്താന്മാർ എന്നൊക്കെ പറയുന്ന ജിന്ന് വർഗത്തിലുള്ള, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്തരം ശൈത്താന്മാരുടെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടുകയാണ്. എന്ന് മാത്രമല്ല, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ചില ശൈത്താന്മാർ. അതെന്താണ്? പിശാച്, മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ കഠിന ശത്രുവാകുന്ന പിശാച്, ശൈത്താൻ. ആ ശൈത്താനിന്റെ പണിയെടുത്ത് നടക്കുന്ന മനുഷ്യ പിശാചുക്കളുണ്ട്.
കുടുംബങ്ങളിൽ ഛിദ്രതയുണ്ടാക്കുക, ജനങ്ങളുടെ ഹൃദയത്തിൽ തോന്നിവാസം നിറച്ചു കൊടുക്കുക, ഫിത്നയും ഫസാദും ഉണ്ടാക്കുക, അങ്ങനെ ശൈത്താൻ എടുക്കുന്ന പണികൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ചില മനുഷ്യ പിശാചുക്കളും ഏറ്റെടുത്തു ചെയ്യും. അവരുടെ ഷർറുകളിൽ നിന്നും കാവലിനെ തേടാൻ അല്ലാഹു തആല പറയുകയാണ്. അപ്പോ അല്ലാഹു തആല ഇതിൽ പഠിപ്പിച്ചത് മനുഷ്യരാകുന്ന പിശാചുക്കളുണ്ട്, അതുപോലെ ജിന്നുകളാകുന്ന പിശാചുക്കളുണ്ട്. അവരുടെയൊക്കെ സർവമാന ഷർറുകളിൽ നിന്നും അഥവാ മനസ്സുകളിൽ മന്ത്രിച്ച് ദുർബോധനം നടത്തി വഴികേടിലാക്കുന്ന ഈ ശൈത്താന്മാരുടെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടാൻ വേണ്ടിയാണ് അള്ളാഹു തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ആയത്തുകൾ ധാരാളം ഓതിയാൽ, ഈ സൂറത്ത് ധാരാളം ഓതിയാൽ നമുക്ക് സിഹിറിൽ നിന്നും ശൈത്താനീയത്തിൽ നിന്നും മറ്റു ദുർബോധനങ്ങളിൽ നിന്നും വസ്വാസിൽ നിന്നും മറ്റു പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണ് അത്. ഉറങ്ങാൻ കിടക്കുമ്പോഴും അതുപോലെ തന്നെ പ്രത്യേകമായ സമയങ്ങളിലൊക്കെ നിസ്കാരത്തിന് ശേഷവും വെള്ളിയാഴ്ച രാവുകളിലൊക്കെ ധാരാളമായി നാം പതിവാക്കുന്നു എങ്കിൽ ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.